ഐ ഇതാരാണ്? ആ നല്ല പല്ല് പല്ല് തേക്കാറില്ലല്ലേ? പിന്നെ പല്ല് തേക്കാറില്ല, പല്ല് എന്നിട്ട് പല്ല് തേക്കാറില്ല. ഇതാരപ്പത്? നന്നായിട്ടുണ്ട്. നീ മൊഞ്ചനാണല്ലോ. എവിടെയാണ് നാട്? എവിടെയാ? ആ നമ്മള് എറണാകുളത്താണല്ലോ. ഞാൻ ഒരു മനയില്, എന്റെ മന ഇല്ലാത്തടത്തെയാണ്. മേമന ഇല്ലാത്തടത്തെ. ആ അങ്ങനെ ഒരു സ്ഥലമുണ്ട് കുട്ടിയെ. അഗസ്ത്യൻ നമ്പൂതിരി നോം പേര്. ഞാൻ വിചാരിച്ചു പള്ളിയിൽ അഗസ്ത്യൻ നമ്പൂതിരി. വിചാരിച്ചു അങ്ങനെ. ഇത് എന്റെ അങ്ങനെയല്ല കുട്ടിയെ. അഗസ്ത്യൻ നമ്പൂതിരി നിനക്ക് അറിയില്ല. പേര് കേട്ടവനാണ്. ഈ നാട്ടിലൊക്കെ ചീത്തപ്പേരാണ് മൊത്തം. എന്താ എനിക്ക് ഭയങ്കര ചീത്തപ്പേരാ. എന്താന്നറിയില്ല. ഞാൻ എന്ത് ചെയ്താലും ചീത്തയായിട്ട് വരിക. ഇനിയിപ്പൊ നിനക്ക് എന്തെങ്കിലും ചെയ്തോ അതും ചീത്തയായിട്ട് വരും. അങ്ങനെ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നേ. ഇത് കണ്ടില്ലേ? ഇത് കണ്ടോ? ഇത് എന്താന്നറിയോ? ഇത് നമ്മൾ വിചാരിക്കും പ്രസാദം തൊട്ടാന്നല്ല, ഒരുത്തൻ തലക്കടിച്ചാണ്. ചോര വന്ന സീനാണിത്. പൊട്ടനാക്കണല്ല, നോക്ക്. ആരോ വാളിന് കുത്തിയതാണ്. നിങ്ങക്ക് എന്താ ഇത്? ഇതൊന്നും സത്യമായ നിങ്ങക്ക് മനസ്സിലാവുന്നില്ല. എന്താ കുട്ടിയെ ഇത്? നീ ഇപ്പൊ SLCC കഴിഞ്ഞിരിക്കല്ലേ? പറ അല്ലേ? എന്ത് കഴിഞ്ഞിരിക്കാ നീ? നീ സ്റ്റക്കായല്ലോ. 10ാം ക്ലാസ് പോവാന്ന്. 10ാം ക്ലാസ്സിലേക്ക്. 9ാം ക്ലാസ്സിൽ ഒരു വിഷയം നിനക്ക് ഹാർഡായിരുന്നല്ലോ. മാത്സ് അല്ലേ അത്? ഇല്ലില്ല. പിന്നെ മാത്സോ? അല്ല, സത്യമായിട്ട് മാത്സ് അല്ല. വീട്ടിലെ അമ്മ അടുത്തുണ്ടല്ലോ അല്ലേ? നിനക്ക് മാത്സ് ആണല്ലോ. നീ എന്തിനാ അവിടെ ചെന്നത് കെമിസ്ട്രി എന്ന് പറഞ്ഞ വീട്ടില്? മാത്സ് പാടാണ്. എന്താ ഇങ്ങനെ? ആർക്കും പറയാൻ പറ്റും. കാരണം എല്ലാവർക്കും എന്നാ നിനക്ക് എത്ര മാർക്ക് കിട്ടണെന്ന് ഞാൻ പറയട്ടെ. നീ വിശ്വസിക്കോ? നോക്കട്ടെ. നീ വിശ്വസിക്കോ? നിനക്ക് 600-ലാണോ ടോട്ടൽ വരുന്നത്? അത് മാർക്കൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല 600-ലല്ലേ ടോട്ടല്? എല്ലാ വിഷയം കൂടി കിട്ടുമ്പോ എത്രയല്ല വരുന്നേ നിനക്ക്? നീ എന്താ എഴുതിയേക്കുന്നേ? ഇപ്പൊ 9ാം ക്ലാസ് തന്നെ അല്ലേ? എത്ര വിഷയമുണ്ട് നിനക്ക്? ഇപ്പൊ എത്ര സബ്ജക്ട് ഉണ്ട്? 6 അയ്യോ 8 അവന് വിഷയം എത്ര ഉണ്ടെന്ന് അറിയില്ല. അതൊക്കെ പോട്ടെ. നിനക്കൊരു ലൈൻ ഇല്ലേ? അത് 100%. ആണോ? അപ്പൊ ഇതെന്താ ലൈഫോ? ലൈനടാ. ആ ലൈനല്ല, ഈ ലൈൻ ഉണ്ടെന്നാ പറഞ്ഞേ. നീ മാത്സിന്റെ നിനക്ക് റേഡിയസ് വരയ്ക്കാൻ അറിയോ? റേഡിയസ് വരയ്ക്കുമ്പോ നീ ലൈൻ വരയ്ക്കില്ലേ? എന്താണ് റേഡിയസിന്റെ സർക്കിളിന്റെ ഉള്ളിൽ എന്താ പറയാ? ആ സെന്റർ ഓഫ് പോയിന്റ്. നീ എന്തുവാടാ മാത്സ്? നീ പൊട്ടുവോ? നീ എന്നെ നാണം കെടുത്തുവോ? എന്ത് കുട്ടിയാണിത്? എനിക്കോ 2 മാർക്ക്, നിനക്കെങ്കിലും 2 മാർക്ക് ഇട്ടിട്ടെന്ന് വിചാരിച്ച് ഇതെങ്കിലും പറഞ്ഞു തരുമ്പോ തിരുമേനി പറഞ്ഞൊന്നും കേക്കണ്ട. നീ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. നീ ഇപ്പൊ എന്താ കുടിച്ചത്? കേക്കാ? നീ ഞാൻ പറഞ്ഞ കേക്കുന്നുണ്ടാ? കേക്കണ്ട നീ. അപ്പൊ നീ ടീച്ചർ പറഞ്ഞ കേക്കാത്തോണ്ടാണ് നീ പൊട്ടൂട്ടാ. ഇങ്ങനെയാണെങ്കി ജസ്റ്റ് പാസ് ആക്കിയതാണ്, അതല്ല ദൈവം. നീ പള്ളിയിൽ വിശ്വസിക്കുന്നാണോ? പള്ളിയിലാണോ പോകുന്നേ? അമ്പല വിശ്വാസിയാണോ പള്ളി വിശ്വാസിയാണോ? എന്ത് വിശ്വാസിയാണ് നീ? അമ്പലല്ലേ? ഏതമ്പല? ഏത് ദൈവത്തിനാ കൂടുതൽ ഇഷ്ടം? അമ്പലത്തിൽ പോകാറുണ്ടോ? ശിവനല്ലേ ഇഷ്ടം? ശിവനെ എന്തെങ്കിലും ഇത് കഴിപ്പിക്കാറുണ്ടോ നീ? വഴിപാട് എന്തെങ്കിലും കഴിപ്പിക്കാറുണ്ടോ നീ? എന്താ ഇല്ല അതാ പ്രശ്നം. ഇല്ലില്ലാന്ന് പറയരുത്. നാളെ അമ്പലത്തിൽ പോയിക്കോണം. അമ്മ എവിടെ നിന്റെ? അമ്മ പോവാറുണ്ടോ? അമ്മയും പോവാറില്ലേ? ഇതെന്ത് അശ്രീകരങ്ങള്. ഞാനൊന്ന് 1 മിനിറ്റ് കബഡി നിരട്ടെ. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? 2009.
ഓ വായ നാറിയിട്ട് വയ്യ, കുറച്ച് നിക്ക് ആ കുറച്ച് ഇത് കഴിക്കട്ടെ, കുറച്ച് ജീരകം. ചീങ്കം വേണോ? തിരിയുന്ന സാധനമൊക്കെ ഉണ്ടോ? ഏയ് എന്താണ് സ്വാമികൾക്ക് സെന്റർ ഫ്രഷ് എഴുതുന്ന ഈ സെന്റർ ഫ്രഷിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ നോക്കുക, നീ നിനക്ക് ഗുരുദക്ഷിണയായിട്ട് എന്നാ തരാ? നീ എല്ലാവർക്കും എന്നാ കൊടുക്കാറ്? പൈസയാണോ? അതെന്താണ്? എല്ലാവർക്കും പൈസ കൊടുക്കുമ്പോ എനിക്കിത് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു തരാ. ചാർജ ഷേക്ക്, കുഴിമന്തി, KFC, ഇവിടെ ചിക്കൻ ഫ്രൈ, ഇപ്പുറത്തെ ബിരിയാണി ഉണ്ടായിരുന്നല്ലോ ഇവിടെ കണ്ട. അതെ ഇവിടെ ബിരിയാണി ഉണ്ട്, അത് കണ്ട ബിരിയാണി. മീൻ വേണ്ട എനിക്ക്, മീൻ ഞാൻ കഴിക്കില്ല, ഞാൻ ആസാമിയാണ് കുറ്റി. നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ?